ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി വാക്പോര്. ഹിംസ ചെയ്യുന്ന നിങ്ങൾ ഹിന്ദുവല്ലെന്ന് ഭരണപക്ഷ ബെഞ്ചിനെതിരെ രാഹുൽ നടത്തിയ പരാമർശം ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലിലേക്ക് നയിച്ചു. ഹിന്ദുക്കളെ അക്രമകാരികളെന്ന് അധിക്ഷേപിച്ചതായി ആരോപിച്ച് രാഹുലിനെതിരെ പ്രധാനമന്ത്രി പുതിയ വിവാദത്തിന് തിരികൊളുത്തി. ദൈവവുമായി മോദിക്ക് നേരിട്ട് കണക്ഷനാണെന്ന് രാഹുൽ ഗാന്ധി പരിഹസിച്ചു. ചട്ടവിരുദ്ധമായ രാഹുലിന്റെ പ്രസംഗ ഭാഗങ്ങൾ മുഴുവൻ നീക്കണമെന്ന് അമിത്ഷാ ആവശ്യപ്പെട്ടു. श्री राहुल गांधी जी, Thank you, Honorable Speaker, for the opportunity. ആദ്യ ലോക്സഭാ പ്രസംഗത്തിന് രാഹുലിനെ സ്പീക്കർ ക്ഷണിച്ചപ്പോൾ BJP വക മുദ്രാവാക്യം വിളി. ജയ് സംവിധാൻ മുഴക്കി രാഹുലിന്റെ മറുപടി. പിന്നീട് കണ്ടത് ഇടവേളയില്ലാത്ത 2 മണിക്കൂർ നീണ്ട രാഹുൽ ഗാന്ധി ഭരണമുന്നണി ഏറ്റുമുട്ടൽ. ഹിന്ദു ഭയം പരത്തില്ല, ഹിന്ദു ഹിംസ ചെയ്യില്ല, ഹിന്ദു വെറുപ്പ് പ്രചരിപ്പിക്കില്ല, നിങ്ങൾ ഹിന്ദുവേയല്ല. മോദിയും അമിത്ഷായും ഇരുന്ന ട്രഷറി ബെഞ്ചിനെ നോക്കി രാഹുൽ ആഞ്ഞടിച്ചു. मोदी जी ने अपने भाषण में एक दिन कहा कि हिंदुस्तान ने किसी पर आक्रमण नहीं किया. उसका कारण है क्योंकि ये देश अहिंसा का देश है. तो हमारे सारे के सारे महापुरुषों ने अहिंसा की बात की और जो लोग अपने आप को हिंदू कहते हैं वो 24 घंटा हिंसा हिंसा हिंसा, नफरत नफरत नफरत. आप हिंदू हो ही नहीं. ഹിന്ദുക്കളെ മുഴുവൻ അക്രമകാരികളായി അധിക്ഷേപിച്ചെന്നാരോപിച്ച് രാഹുലിനെതിരെ ഭരണപക്ഷ അംഗങ്ങൾ എഴുന്നേറ്റു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പരാമർശം ആയുധമാക്കിയതോടെ സഭ പ്രക്ഷുബ്ധമായി. माननीय अध्यक्ष जी, लोकतंत्र ने और संविधान ने मुझे सिखाया है कि मुझे विपक्ष के नेता को गंभीरता से लेना चाहिए. ഹിന്ദു സമൂഹമെന്നാൽ BJPയും മോദിയും RSSും മാത്രമല്ലെന്ന് രാഹുൽ തിരിച്ചടിച്ചു. മോദിയെ പരിഹസിച്ചും മണിപ്പൂർ അഗ്നിവീർ വിഷയത്തിൽ കടന്നാക്രമിച്ചും രാഹുൽ തുടർന്നു. അമിത്ഷാ, രാജ്നാഥ് സിംഗ്, ഭൂപേന്ദ്ര യാദവ്, ശിവരാജ് സിംഗ് ചൗഹാൻ, കേന്ദ്രമന്ത്രിസഭയിലെ മുതിർന്ന അംഗങ്ങൾ തന്നെ രാഹുലിന്റെ പ്രസംഗത്തിനെതിരെ നിരന്തരമായി ക്രമപ്രശ്നം ഉന്നയിച്ചു. मान्यवर, इस देश में शायद इनको मालूम नहीं है, करोड़ों लोग अपने आप को गर्व से हिंदू कहते हैं, गर्व से हिंदू कहते हैं. और ये सदन में और संवैधानिक पद पर बैठे हुए व्यक्ति ने, मैं मानता हूं मान्यवर, उन्होंने इसकी माफी मांगनी चाहिए. തനിക്ക് നിവർന്നു നിന്ന് കൈതന്ന സ്പീക്കർ മോദിക്ക് കുനിഞ്ഞു നിന്ന് കൈകൊടുത്തെന്ന് ചൂണ്ടിക്കാട്ടി സ്പീക്കർ ഓം ബിർളയെയും രാഹുൽ വിമർശിച്ചു. നാളെയും മറ്റന്നാളുമാണ് ഇരുസഭകളിലും പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം. രാഹുൽ വ്യക്തിപരമായി ഉയർത്തിയ വിമർശനങ്ങളെ മോദി എങ്ങനെ നേരിടുമെന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്. റിപ്പോർട്ടർ, ദില്ലി.